അങ്ങനെ നമ്മൾ കുറേ നാൾ വെയിറ്റ് ചെയ്തിരുന്ന റിയയുടെയും ജസ്റ്റിൻ്റെയും കല്യാണ ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇത് രാവിലെ തന്നെ നമ്മൾ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് റിയയുടെ വീട്ടിലോട്ട് പോകാം. ഞങ്ങൾ വളരെ നേരത്തെ ആയതുകൊണ്ട് തന്നെ അവിടെ എല്ലാം പരിപാടികളൊക്കെ കഴിഞ്ഞ് പള്ളിയിലോട്ട് ഇറങ്ങാൻ നിൽക്കുകയായിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോഴാണ് നമ്മൾ ചെല്ലുന്നത്. സാരിയൊക്കെ എടുത്ത് വരാൻ കുറച്ച് ലേറ്റായി പോയതാണ്. പിന്നെ ഇതാണ് റിയയുടെ ഫാമിലി, പപ്പ, മമ്മി, അവളുടെ അനിയത്തി, അനിയൻ. അപ്പോൾ അവരെല്ലാവരും കൂടി അവളെ കാറിലോട്ട് കയറ്റുകയാണ്. റിയയുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ഒരു തീരുമാനം എടുക്കുന്ന ദിവസമാണല്ലോ ഇന്ന്. അപ്പോൾ എല്ലാവരും സന്തോഷവും അതുപോലെ തന്നെ പ്രാർത്ഥനയോടും കൂടിയാണെന്നത്. അപ്പം ഞങ്ങൾ അവളെ കാറിലൊക്കെ കയറ്റി വിട്ടിട്ട് പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതിൽ ഒരാൾ എൻ്റെ കസിൻ നാത്തൂനാണ്, പിന്നെ ഒരാൾ അനിയൻ്റെ വൈഫാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങളുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങളുടെ കോസ്റ്റ്യൂം എന്ന് വെച്ചാൽ എൻ്റെ സാരി സിന്ദൂര എത്നിക്സിന്നാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നല്ല അടിപൊളി സാരിയാണ്. പിന്നെ ആച്ചയുടെ കോസ്റ്റ്യൂം ഇതാണ്. അപ്പോൾ ഞങ്ങൾ പള്ളിയിലോട്ട് എത്തിയിട്ടുണ്ട്. പള്ളിയിലോട്ട് എത്തിയപ്പോഴത്തേക്കും ഇവരുടെ ഫോട്ടോഷൂട്ടൊക്കെ ഇവിടെ നടക്കുമായിരുന്നു. അപ്പോൾ അവർ പള്ളിയിലോട്ട് കയറാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. അപ്പോൾ കല്യാണ ചെറുക്കനെയും കല്യാണ പെണ്ണിനെയൊക്കെ കണ്ടല്ലോ. അപ്പോൾ ഇനി ഞങ്ങളുടെ കുറച്ച് ഫോട്ടോസ് ആവുമെന്ന് വിചാരിച്ചു. അപ്പോൾ 2 നാത്തൂമാരും ഉണ്ട്, കസിൻ നാത്തൂനും ഉണ്ട്, സ്വന്തം നാത്തൂനും ഉണ്ട്. പിന്നെ എൻ്റെ മമ്മി പപ്പയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2 അമ്മമാരും ഒക്കെ എല്ലാവരും കൂടെ ഒക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മൾ പള്ളിയിലോട്ട് കയറിയിട്ടുണ്ട്. ജസ്റ്റിനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള അങ്ങനെ പള്ളിയിലെ ചടങ്ങുകളൊക്കെ വളരെ മനോഹരമായിട്ടും മംഗളമായിട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവർ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ഇവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ കല്യാണ ചെറുക്കനെയും കല്യാണ പെണ്ണിനെയും സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർ മാലയും ബൊക്കെയൊക്കെ ഇട്ടിട്ട് അവരെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റിയമോൾ കല്യാണം കഴിച്ച് പോകാൻ പോകുന്നത് കാസർഗോഡോട്ടാണ്. ഇപ്പോൾ കല്യാണം നടക്കുന്നത് ചെങ്ങന്നൂർ വെച്ചിട്ടാണ്. അപ്പോൾ കുറച്ച് ദൂരെയായിട്ടാണ് അവൾ കല്യാണം കഴിച്ച് പോകുന്നത്. ഇനിയിപ്പം നമുക്കുള്ളതെന്ന് വെച്ചാൽ റിസപ്ഷൻ പരിപാടികളാണ്. അപ്പോൾ അതിനി നമുക്ക് സ്റ്റേജിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. സ്റ്റേജിലോട്ട് വന്നപ്പോഴത്തേക്കിനും സ്റ്റേജൊക്കെ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഇവിടെ വെയിറ്റിംഗ് ആണ് ചെറുക്കനും പെണ്ണും വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർ അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടി ഇവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുന്ന അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങളൊക്കെ കൊടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെറുക്കനും പെണ്ണും എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആങ്കർ. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ കസിൻ അനിയൻ്റെ വൈഫാണ്. അങ്ങനെ നമ്മുടെ കല്യാണപ്പെണ്ണും ചെറുക്കനും സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി ഇവിടെ അച്ഛനുണ്ട്. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിക്കും. അതിനുശേഷം സ്റ്റേജിൽ ഇനി കുറച്ച് പരിപാടികളും കൂടി ബാക്കിയുണ്ട്. തിരി തെളിയിക്കും, അതുപോലെ തന്നെ കേക്കും കട്ട് ചെയ്യും. അപ്പോൾ അതാണ് ഇനി അടുത്ത ചടങ്ങുകൾ നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ അവരുടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി തിരി തെളിയിക്കുന്നതെന്ന് വെച്ചാൽ ചെറുക്കനും പെണ്ണും ആദ്യം തിരി തെളിയിക്കും. അതിനുശേഷം 2 പേരൻസും തിരി തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ജീവിതം ഏറ്റവും പ്രകാശത്തിൻ്റേതായിരിക്കട്ടെ, പ്രകാശപൂരിതമായിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടിയാണ് തിരി തെളിയിക്കുന്നത്. അതുപോലെ തന്നെ എല്ലാവരും കൂടി ആണ് കേക്ക് കട്ട് ചെയ്യുന്നത്. ആ കേക്ക് കട്ട് ചെയ്ത് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു മധുരം പങ്കുവെക്കും. 2 വീട്ടുകാർക്കും മധുരം കൊടുക്കുകയും ചെയ്യും. അപ്പോൾ എല്ലാവരും അങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ചടങ്ങുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇനി മന്ത്രകോടി മാറാനായിട്ട് പോകുന്നത്. അപ്പോൾ മന്ത്രകോടി മാറിയിട്ട് വന്ന് സ്റ്റേജിൽ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. അതുപോലെ തന്നെ ഗിഫ്റ്റൊക്കെ കൊടുക്കാനുള്ള ആൾക്കാർക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ഉള്ള ടൈമുണ്ട്. അങ്ങനെ നമ്മുടെ റിയയുടെയും ജസ്റ്റിൻ്റെയും കല്യാണം വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.